Hello everyone, welcome to this introductory video on dynamic memory allocation. Before going to dynamic memory allocation, let's discuss static memory allocation. So, what is static memory allocation? If the memory allocated at compile time, that memory allocation is called static memory allocation. കമ്പൈൽ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മെമ്മറി അലോക്കേഷന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. സോ നമുക്ക് ഈ ഒരു കേസിൽ ഈ ഒരു മെമ്മറി അലോക്കേഷനിൽ മെമ്മറി സൈസ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വേണ്ടി കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ലെസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെമ്മറി അലോക്കേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 60 സ്റ്റുഡൻസിന്റെ മാർക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിവാണ്. നമുക്കിപ്പോൾ 30 സ്റ്റുഡൻസിന്റെ മാർക്സ് മാത്രമേ എൻ്റർ ചെയ്യേണ്ടെങ്കിൽ ബാക്കി 30 സ്റ്റുഡൻസിന്റെ മാർക്സ് എൻ്റർ ചെയ്യാനുള്ള അത്രയും മെമ്മറി നമുക്ക് എന്താവുകയാണ്, വേസ്റ്റ് ആയി പോവാണ്. മറ്റൊരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 63 സ്റ്റുഡൻസിന്റെ മാർക്സ് എൻ്റർ ചെയ്യണം. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് 60 സ്റ്റുഡൻസിന്റെ മാർക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിക് അറയാണ്. സോ അഡീഷണൽ ആയിട്ട് വരുന്ന 3 സ്റ്റുഡൻസിന്റെ മാർക്സ് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ലെസ് ഫ്ലെക്സിബിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഹിയർ മെമ്മറി ഇസ് അലോക്കേറ്റഡ് അറ്റ് റൺ ടൈം. റൺ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിന്റെ ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ്, ഇനീഷ്യലൈസ്ഡ് ഡാറ്റ, അൺഇനീഷ്യലൈസ്ഡ് ഡാറ്റ, ഹീപ്പ്, സ്റ്റാക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. ഈ ടെക്സ്റ്റിലാണ് നമ്മൾ പ്രോഗ്രാംസിന്റെ എക്സിക്യൂട്ടബിൾ കോഡ് സ്റ്റോർ ചെയ്യുന്നത്. ഇനീഷ്യലൈസ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റാറ്റിക് വേരിയബിൾസ്, ഗ്ലോബൽ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇനീഷ്യലൈസ്ഡ് ഡാറ്റ. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു എക്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ഇനീഷ്യലൈസ്ഡ് ഡാറ്റ എന്ന് പറയുന്ന ഏരിയ. ഇനി അൺഇനീഷ്യലൈസ്ഡ് ഡാറ്റയിലും ഇതുപോലെ തന്നെ ഗ്ലോബൽ സ്റ്റാറ്റിക് വേരിയബിൾസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതിൽ ഇൻഡെക്സ്, ഇൻഡ് വൈ അങ്ങനെയുള്ള വേരിയബിൾസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇനി രണ്ട് മെയിൻ ഏരിയ ആണ് ഹീപ്പും അതുപോലെ തന്നെ സ്റ്റാക്കും. ഹീപ്പിലാണ് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറീസിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. This memory is manually allocated and deallocated using functions. അപ്പോൾ ഹീപ്പിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറീസ് നമുക്ക് മാനുവലി അലോക്കേറ്റ് ചെയ്യാനും ഡീഅലോക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യും. ഇനി സ്റ്റാക്കിന്റെ കേസിലാണെങ്കിൽ സ്റ്റാക്ക് സ്റ്റോർ ഫങ്ഷൻ കോൾ ഫ്രെയിംസ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലോക്കൽ വേരിയബിൾസ്, ഫങ്ഷൻ പാരാമീറ്റേഴ്സ്, റിട്ടേൺ അഡ്രസ്സ്, അതർ കൺട്രോൾ ഇൻഫർമേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഹീപ്പ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് പോയിന്റേഴ്സ്? പോയിന്റേഴ്സ് എന്ന് പറയുന്നതും വേരിയബിൾസ് ആണ്. എന്തിനാണ്? മറ്റ് വേരിയബിൾസിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ, മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് പോയിന്റർ. അപ്പൊ പോയിന്റേഴ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. Pointers are essential for dynamic memory allocation because they hold the address of allocated memory block on the heap. ഹീപ്പിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ബ്ലോക്സിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും ഡീ അലോക്കേറ്റ് ചെയ്യാനും വേണ്ടി കഴിയും. ഇനി നമുക്ക് ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും ഡീ അലോക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിലീസ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് നലോഗ്, കലോഗ്, റീ അലോഗ് ആൻഡ് ഫ്രീ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ ബേസിക്സ് ആയിട്ട് വരുന്നത്. ഇനി ഈ ഫങ്ഷൻസിന്റെ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. താങ്ക് യു.